ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതി വല്ലാത്ത ധർമ്മസങ്കടത്തിൽ തന്നെയാണ്. തൻ്റെ അമ്മ കൊടുത്ത മാല കൊണ്ടു പണയം വെച്ചു നമ്മുടെ സച്ചി. ആ ഒരു വിഷയം വലിയ പ്രശ്നമാക്കി രേവതി. വലിയ പ്രശ്നം. രേവതിനെ കുറ്റം പറയാനും പറ്റില്ല, സച്ചിനെ കുറ്റം പറയാനും പറ്റില്ല. രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയും തെറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇറങ്ങി അങ്ങ് പോയി റൂമിനകത്തുനിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മറുപടി പറയാതെ പോകുക എന്ന് പറയുമ്പോൾ ആർക്കാണേലും ദേഷ്യം വരുന്നൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചു പ്രതികരിച്ചെങ്കിൽ നമുക്ക് ആ ഒരു ദേഷ്യം പകുതി തീരും. പക്ഷെ അതിന് മറുപടി പറയാതെ പകുതി വഴിയിൽ ആ ഒരു പകുതി വാക്കുകൊണ്ട് നിർത്തിപ്പോകുക എന്നൊക്കെ പറയുമ്പം കലി വന്ന് നിൽക്കുക നമ്മുടെ രേവതി. അങ്ങനെ രേവതി അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും രവീന്ദ്രനും നമ്മുടെ ചന്ദ്രയും വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടിട്ട്. ചന്ദ്രയ്ക്കാണെങ്കിൽ വലിയ സന്തോഷം. ചന്ദ്രയാണെങ്കിൽ ഒരു വഴക്കുണ്ടാകാൻ നോക്കിയിരിക്കുകയാണല്ലോ സച്ചിയും രേവതിയും തമ്മിൽ. അങ്ങനെ ഇവരുടെ വഴക്കൊക്കെ കേട്ടോണ്ട് ഇവർ വെളിയിൽ നിൽക്കുകയായിരുന്നു. സച്ചി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താടാ നീ എവിടെ പോവാടാ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അവൾക്ക് മുതുഭ്രാന്താ, ഞാൻ ഓട്ടം പോവാ. അല്ല നിനക്ക് ഓട്ടമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു ഓട്ടം വന്നു, അതുകൊണ്ട് ഞാൻ പോവുക. അല്ല എന്താ പറ്റിയത്? ഇതൊന്നും പറയാതെ നമ്മുടെ സച്ചി അങ്ങോട്ട് വെളിയിൽ ഇറങ്ങിപ്പോയി. രവീന്ദ്രനും അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ. കാരണം ഇവർ തമ്മിലുള്ള വഴക്ക് ചന്ദ്ര കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് അത് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്നതെന്ന് രവീന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ വല്ലാത്തൊരു ഫീലിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ രേവതി ഇറങ്ങി വന്നപ്പോഴേക്കും എന്താ മോളെ പറ്റിയത്, എന്താ പ്രശ്നം, എന്താ ഉണ്ടായത്, എന്താ ഇത്ര വഴക്ക് കൂടാൻ കാരണം എന്താ എന്ന് ചോദിച്ചപ്പം അത് അച്ഛ എൻ്റെ അമ്മ കൊടുത്തില്ലേ ആ മാല കൊണ്ടുപോയി പണയം വെച്ചിട്ട് വന്നു. പണയം വെച്ചെന്നോ? ആ മാല കൊണ്ട് പണയം വെച്ചു. അത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പം കാരണമൊന്നും പറയുന്നുമില്ല. എനിക്ക് തോന്നുന്നത് അത് വിറ്റ് കുടിച്ചിട്ടുണ്ടായിരിക്കും. അത് വിറ്റല്ല, സോറി, പണയം വെച്ച് കുടിച്ചിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓഹോ ഇപ്പം ആ വഴിക്കും കുടി തുടങ്ങിയോ? ഏതായാലും കൊള്ളാം. ദേ ഇനിയിപ്പം അങ്ങ് കുടിച്ച് കൂത്താടായിരിക്കുമല്ലോ. ആവശ്യത്തിനേറെ പൈസ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇനി ഡെയിലി കുടിച്ചിട്ട് വരുകയും ചെയ്യാം. അല്ല ഈ വിവാഹം കഴിക്കുമ്പം ഈ ചെക്കന്മാരൊക്കെ നന്നാകും എന്നൊക്കെ പറഞ്ഞാണ് വിവാഹം കഴിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ മറിച്ചായിപ്പോയല്ലോ. വിവാഹം കഴിഞ്ഞ ഉടനെ അവൻ അടുത്ത ആ ചീത്ത സ്വഭാവവും തുടങ്ങിയിട്ടുണ്ട്, വിറ്റുകുടി. ഇതിനൊക്കെ എന്താ ഞാൻ പറയുക? എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം എല്ലാവരും കൂടെ അവൻ്റെ മെക്കിട്ട് കയറാൻ ചെല്ലുമായിരുന്നല്ലോ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പം സച്ചി ഇത് ചെയ്തു കഴിഞ്ഞപ്പം ആർക്കും ഒന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഇതെവിടം വരെ പോകുന്നു ഞാനും ഒന്ന് നോക്കട്ടെ. എടി നീ കുറിച്ചു വെച്ചോ. അവൻ്റെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. അവൻ്റെ അമ്മയെ എനിക്ക് അവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ, ചന്ദ്രേ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? ഞാനിനി എരുതിയിൽ എണ്ണ ഒഴിച്ച് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തന്നെ കയറി കത്തിക്കോളെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയോട് രവീന്ദ്രൻ പറഞ്ഞു, അതെ മോള് വിഷമിക്കൊന്നും വേണ്ട, അവനോട് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്താ പ്രശ്നമെന്ന്, നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം, മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ നേരെ സച്ചിനെ ഫോൺ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ സച്ചിനെ ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എവിടെന്ന് നമ്മുടെ സച്ചിയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇത് കണ്ടപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എനിക്കറിയാം അച്ഛൻ ഇനി എത്ര വിളിച്ചാലും അയാൾ എടുക്കാൻ പോകുന്നില്ല ഫോണ്. കാരണം അയാൾ ചെയ്തത് വലിയ തെറ്റാണെന്ന് അയാൾക്കും അറിയാം. എന്നിട്ട് അതിനെന്നോടൊരു സോറി പോലും പറയാതെ തെറ്റ് അംഗീകരിക്കാതെയാണ് ഇപ്പം എന്നോട് തുള്ളിച്ചാടിക്കൊണ്ട് പോയത്. ഏത് നേരവും പറയും എന്തോ മാരണമാണെന്നും എന്നെ ആരാണ്ടൊക്കെ തലയിൽ കയറ്റി കെട്ടിവെച്ചതാണെന്നൊക്കെ. എന്നിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഏതായാലും ഈ രേവതിക്ക് ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് അടുക്കളയിലേക്കും പോയി. ചന്ദ്രയാണെങ്കിൽ കിട്ടിയ അവസരം അങ്ങോട്ട് പാഴാക്കാതെ നേരെ സുധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് വിളമ്പി. സുധിക്കും ചെറിയ രീതിയിൽ സന്തോഷമൊക്കെ വന്നു കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരടിച്ചു പിരിയണം, ഇവരുടെ ബന്ധം അവസാനിക്കണം. നമ്മുടെ രേവതിയുടെ ആ ഒരു ഇതിനേക്കാളും വലുത് സച്ചി എങ്ങനെയെങ്കിലും വിഷമിച്ച് സച്ചിയുടെ ജീവിതം പോകണം എന്ന ആ ഒരൊറ്റ ആഗ്രഹമുള്ളൂ ചന്ദ്രയ്ക്ക്. ഇതിനൊക്കെ ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതീനെ തന്നെയാണ് കേട്ടോ. അപ്പം കുറച്ച് നേരങ്ങൾ കഴിഞ്ഞു, രാത്രിയായി. പിന്നെ പിറ്റേ ദിവസം പകലാണ് കാണിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം പകലായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് വന്നപ്പോൾ ഇവരുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ രേവതി ഇറങ്ങി വരികയാണ്. അപ്പോൾ രേവതി ഇറങ്ങി വരുന്നത് കണ്ടിട്ടല്ല, സച്ചി ഇതുവരെ എണീറ്റില്ല മോളേന്ന് ചോദിച്ചു. അതിന് ഇന്നലെ വന്നില്ലല്ലോ, ഇന്നലെ ഇവിടെയല്ല കിടന്നത്, അല്ല വെളിയിലല്ലേ ഇന്നലെ കിടന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വെളിയിലോ? അല്ല ഇവിടെ ഒന്നും ഞാൻ സച്ചിനെ കണ്ടില്ലല്ലോ മോളെ.
അല്ല അച്ഛാ, ഇന്നലെ ഏതായാലും എൻ്റെ റൂമിനകത്ത് വന്നിട്ടില്ല. ആണോ? എങ്കിൽ പിന്നെ അവൻ ഇന്നലത്തെ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഓട്ടോ വല്ലതും പോയതാണോ? അല്ല മോള് വിളിച്ചു നോക്കിയില്ലേ? ഇല്ല, ഞാൻ വിളിച്ചു നോക്കിയില്ല. ഏതായാലും വഴക്ക് കൂടിയിട്ടല്ലേ പോയത്. എനിക്ക് വലിയ സങ്കടവും പരിഭവവും ഒക്കെ. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതുകൊണ്ട് ഞാൻ വിളിച്ചുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ മോൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. വല്ല ഓട്ടോ ഉണ്ടെങ്കിൽ അവൻ എന്നോട് വിളിച്ചു പറയേണ്ടതാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ വിളിച്ചു പറയാതെ പോയത്. ഏതായാലും ഞാൻ ഒന്ന് അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞു. ഒരു ഷർട്ടൊക്കെ മാറിയിട്ട് നേരെ നമ്മുടെ രവീന്ദ്രൻ അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതും ദാ കിടക്കുന്നു സച്ചി കാറിൻ്റെ അകത്ത്, അതായത് വെളിയിൽ കാറിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് എടാ സച്ചിന്ന് വിളിച്ചു. എന്താ അച്ഛൻ ഇവിടെ? അല്ല ഞാൻ ഇവിടെ എന്താണെന്നോ? അല്ല നീ ഇവിടെ എന്താണെന്നല്ലേ ഞാൻ ചോദിക്കേണ്ടത്. നീ എന്താ ഇന്നലെ രാത്രി വീട്ടിൽ വരാതെ ഇവിടെ കിടന്നുറങ്ങിയോ? വീട്ടിൽ വന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ലല്ലോ. എവിടെ നിന്ന് എനിക്ക് സമാധാനം കിട്ടാനാ? വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ അച്ഛൻ്റെ തത്തിക്ക് അച്ഛൻ, അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ രേവതി, അവളുടെ തത്തിക്ക് അവള്, എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറൂലേ. പിന്നെ എന്തിന് ഞാൻ വീട്ടിലേക്ക് വരണം? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നുറങ്ങിയത്. അല്ല നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ സച്ചിയുടെ രേവതിയുടെ അമ്മ തന്ന മാല കൊണ്ടുപോയി പണയം വെച്ചു എന്നൊക്കെ കേട്ടു. അല്ല അത് നീ എന്തിനാ പണയം വെച്ചത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് നീ ഒന്ന് പറഞ്ഞേ. അത് പിന്നെ അച്ഛാ, അത് കൊണ്ടുപോയി ഞാൻ പണയം വെച്ചത് അത് വേറൊന്നിനും അല്ല. നീ എന്താ അബ്ബബ്ബ വയ്ക്കുന്നത്? നീ കാര്യം പറയടാ. നീ എന്തിനാ മാല കൊണ്ട് പണയം വെച്ചത്? എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോഴായിരിക്കുമല്ലോ പണയം വെക്കുന്നത്. ആരെങ്കിലും ഒരാൾ അങ്ങനെ പണയം വെക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴാണല്ലോ. നീ പറ. അത് പിന്നെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? പറയാൻ പറ്റില്ലാത്ത എന്ത് അത്യാവശ്യമാണ് നിനക്കുണ്ടായിരുന്നത്? എന്താ രേവതി പറഞ്ഞതുപോലെ നീ കള്ളു കുടിച്ച് കൂത്താടാൻ വേണ്ടി അത് കൊണ്ടുപോയി പണയം വെച്ചതാണോ? ഹേയ്, ഒരിക്കലും അല്ല അച്ഛാ. അവൾ പറയുന്ന പോലെ അച്ഛനും പറയാതെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് രേവതി ഇതെല്ലാം കേട്ടോണ്ടിങ്ങ് വരികയാണ്. അങ്ങനെ രേവതി പറഞ്ഞു, ഇയാൾ വെറും പച്ചക്കള്ളമാച്ചാ പറയണത്, പച്ചക്കള്ളം. അല്ല പിന്നെ ഇയാൾക്ക് പറഞ്ഞാൽ എന്താ? ഇയാൾക്ക് എന്തിനാ പണയം വെച്ചതെന്ന് ഇയാൾ അത് പറയില്ലല്ലോ. ഇയാളെ കുടിച്ച് കൂത്താടാൻ വേണ്ടി തന്നെയാ കൊണ്ട് പണയം വെച്ചത്. അല്ലെങ്കിലും എൻ്റെ അമ്മ എത്ര ആശിച്ചു മോഹിച്ചോ അത് നിങ്ങളുടെ കഴുത്തിലിട്ട് തന്നതെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ ആശിച്ചും മോഹിച്ചും ഒരു നൂല് പോലെ ഇരിക്കുന്ന ഒരു മാല. അതെ, നീ കൂടുതൽ ഇങ്ങോട്ട് ഡയലോഗ് ഒന്നും ഇറക്കണ്ട കേട്ടോ. ആ മാല മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തതേ അത് എൻ്റെ അച്ഛനല്ലേ. അപ്പോൾ അത് എൻ്റെ അച്ഛൻ്റെയും കൂടെ മുതലല്ലേ. അച്ഛൻ്റെ മുതലെന്ന് പറയുമ്പോൾ എൻ്റെയും കൂടെ മുതൽ. അപ്പോൾ പിന്നെ അത് എനിക്ക് ആരോടെങ്കിലും ചോദിക്കാതെ വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അങ്ങ് അയ്യടാന്നായി പോയിട്ടോ നമ്മുടെ രേവതി. കാരണം രേവതിക്ക് പിന്നെ അങ്ങ് ഒരു എന്തോ പോലെ ഒരു അവസ്ഥയായിപ്പോയി രേവതി. അങ്ങനെ തൊലി ഉരിഞ്ഞു പോവുക, നാണം കെട്ടു പോവുക എന്നൊക്കെ പറയില്ലോ. ഇതാണെങ്കിൽ കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ നിൽപ്പുണ്ട്. അപ്പം ചന്ദ്ര അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഓഹോ അപ്പം ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പം അങ്ങോട്ടേക്ക് പൈസ കൊടുത്തിട്ടാ ഇവക്ക് ഇങ്ങോട്ടേക്ക് ഇടാനുള്ള മാല വരെ സെറ്റാക്കിയത്. അപ്പം ഞാനറിയാതെ ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലേ. ഓരോന്നായിട്ട് പോരട്ടെ, ഓരോന്നായിട്ട് പതുക്കെ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, അതെ നിങ്ങൾ കൂടുതൽ പറയുമെന്ന് വേണ്ട. കാരണം നിങ്ങൾ ഈ പറയുന്നതിൽ എന്ത് ന്യായം ഇരിക്കുന്നത്? അത് എൻ്റെ മുതലായിക്കോട്ടെ, അച്ഛൻ്റെ മുതലായിക്കോട്ടെ, നിങ്ങളുടെ മുതലായിക്കോട്ടെ, എന്താണെങ്കിലും അത് വിറ്റ് കള്ളു കുടിക്കുന്നത് അത്രയ്ക്ക് കേമാണെന്നൊന്നും കരുതണ്ട. ഞാൻ പറഞ്ഞു നിന്നോട്, കള്ളു കുടിച്ചിട്ടില്ല. എനിക്ക് അത് വിറ്റ് കള്ളു കുടിക്കേണ്ട ഒരാവശ്യമില്ല. അന്തസ്സായിട്ട് ജോലി ചെയ്താ ഞാൻ കള്ളു കുടിക്കുന്നത്. അല്ലാതെ എനിക്ക് ആ മുതൽ കൊണ്ടുപോയി കള്ളു കുടിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ പണയം വെച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഴുങ്ങി കേട്ടോ. പകുതി അങ്ങ് വിഴുങ്ങി വിട്ടു. അല്ല പണയം വെച്ചത് പറ, എങ്കിൽ നിങ്ങൾ പറ. എനിക്കറിയാം നിങ്ങൾ പണയം വെച്ചത് കള്ളു കുടിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ എത്രയൊക്കെ കള്ളം പറയാൻ ശ്രമിച്ചാലും അത് സത്യമായിട്ട് മാറാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവളെ ഉണ്ടല്ലോ ഞാൻ എന്നും പറഞ്ഞ് കൈ ഓങ്ങി വന്നു. അപ്പോഴത്തേക്കും അതിലേ പോയ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സച്ചി, നീ എന്തെങ്കിലും വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് വേണം, അല്ലാതെ നാട്ടുകാരെ കേൾപ്പിച്ചല്ല വഴക്കുണ്ടാക്കുന്നത്. ഇതെന്തൊരു നാണക്കേടാണെന്നറിയാമോ? ഇന്നേക്ക് ഇതുവരെ ഈ വീട്ടിൽ നിന്നൊരു ശബ്ദം പോലും വെളിയിൽ പൊങ്ങിയിട്ടില്ല. അതുകൊണ്ട് നിന്നോട് മര്യാദയ്ക്ക് കയറിപ്പോകാനാണ് പറഞ്ഞത്. കയറിപ്പോ സച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി അകത്ത് കയറിപ്പോയി കേട്ടോ. അങ്ങനെ സച്ചി അകത്ത് കയറിപ്പോയി. രേവതിക്ക് എന്ത് ചെയ്യാനാ? രേവതിയും പുറകെ കയറിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, എന്താടി നീ വിചാരിച്ചത്? നിനക്ക് ഈ വീട്ടിൽ കയറി അങ്ങ് എല്ലാവരെയും ഭരിച്ച് ജീവിക്കാമെന്നല്ലേ? ഞാൻ പറഞ്ഞതല്ലേ അവൻ്റെ സ്വഭാവം അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടേ നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിൽ പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിലേ ഇതിന് അപ്പുറം ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ.
നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല സച്ചി. അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവനാകെ ഒരൊറ്റ വിചാരമേ ഉള്ളൂ, കള്ളു കുടിക്കുക, കള്ളു കുടിക്കുക, കള്ളു കുടിക്കുക. ഈ ഒരു വിചാരം മാത്രം. നീ എന്താ വിചാരിച്ചത്? എൻ്റെ സുതിയേക്കാളും നല്ല കേമനായിരിക്കും ഇവനെന്നല്ലേ? വാക്കിൽ കേമൻ തന്നെയാ. എല്ലാവരും ഇവന് തലയെ പൊക്കത്തെടുത്തോണ്ട് വെച്ച് നടക്കുന്നുണ്ട്. അവൻ ആ മാല കൊണ്ടുപോയി പണയം വെച്ചത് കള്ളു കുടിക്കാൻ വേണ്ടി തന്നെയാടി. അവനെ എനിക്കറിയാം. നിന്റെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. വിവാഹം കഴിഞ്ഞാൽ ചിലവരൊക്കെ നന്നാകും നന്നാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ പേര് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്നായതും കാണുന്നില്ല, ഒന്നും കാണാനില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എൻ്റെ മകന് എന്തൊക്കെയായിരുന്നു ഓരോരുത്തർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. ഏതായാലും രേവതി വല്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. രേവതിക്ക് എന്താ ഇപ്പം ചെയ്യുക? രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. കിടക്കയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മ തിരിച്ചോടിക്കും. ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ രേവതി വീട്ടിലേക്ക് പോവുകയാണ്. വേറെ ഒന്നിനുമല്ല, പറഞ്ഞെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമല്ലോ, സമാധാനം ഉണ്ടാവുമല്ലോ. കുറച്ച് നേരമെങ്കിലും വീട്ടുകാരുടെ അടുത്ത് ഇരിക്കാമല്ലോ എന്നും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി, അതായത് അവരോരോരോ പണിയിലായിരുന്നു കേട്ടോ. നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ അതുപോലെ ദേവുവിൻ്റെ ആങ്ങളെയും ഉണ്ട്. അതായത് രേവതിയുടെ ദേവുവിൻ്റെ ആങ്ങളെയുണ്ട്. അപ്പോൾ ഈ ആങ്ങളെ എന്തോ ഫുഡിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത് വേണ്ട, എനിക്ക് ഉപ്പുമാവ് വേണ്ട, എനിക്ക് പുട്ട് വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവു ഒക്കെ അതിനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവു പറയുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, ഉപ്പുമാവ് തിന്നാൽ ഇപ്പം എന്താ പ്രശ്നം, പുട്ട് തിന്നാൽ എന്താ കുഴപ്പം, ഇതുപോലും ഇല്ലാത്തവരുണ്ടല്ലോ എന്നൊക്കെ ദേവു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി ഓടി വരുന്നത്. അപ്പോൾ രേവതി ഓടി വന്നു. പേഴ്സൊക്കെ അവിടെ എറിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് തന്നെ ദേവുവിന് കാര്യം പിടികിട്ടി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരത്ത് എണീറ്റിട്ട്, എന്താ ചേച്ചി, എന്താ പറ്റിയത്? അല്ല, ചേട്ടനെ കണ്ടില്ലല്ലോ, ഏട്ടൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഒരു ചേട്ടൻ വന്നിരിക്കുന്നു, മിണ്ടിപ്പോകരുത് അയാളെക്കുറിച്ച് എന്നോട്. അല്ല, എന്താ ഇന്നും ചേച്ചി വഴക്കുണ്ടാക്കിയിട്ടാണോ പോകുന്നത് എന്ന് ദേവ് ചോദിച്ചപ്പം, ഇന്നും വഴക്കുണ്ടാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. അയാളുടെ കൂടെ വഴക്കുണ്ടാക്കാത്ത ഒരു സമയം പോലും എനിക്ക് ഉണ്ടാവാറില്ല. അയാളുണ്ടല്ലോ ദുഷ്ടൻ. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അയാൾ എന്തോ വലിയവനാണെന്നും അയാൾ എന്തോ നല്ല മനസ്സുള്ളവനാണെന്നൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ നല്ലത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പക്ഷെ അയാൾ എൻ്റെ കൂടെ എന്ന് കൂടിയോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയല്ലോ. എൻ്റെ കഷ്ടകാലം ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊക്കെ സന്തോഷം, എല്ലാവർക്കും സന്തോഷം, എനിക്ക് മാത്രം എന്തും അനുഭവിക്കാം. അതാണല്ലോ ഇവിടെ എല്ലാവരും ഇപ്പോൾ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഇറങ്ങി വന്നിട്ട്, എന്താ രേവതി നീ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചു. എന്ത് വിളിച്ചു പറയാനാ? അല്ല, ഇവിടെ നിന്നൊരു മാല കൊടുത്തില്ലേ, അതുകൊണ്ട് പണയം വെച്ചിട്ടേ കള്ളു കുടിച്ചിരിക്കുന്നു. മുഴുകുടിയൻ. എന്താ മോളെ നീ പറയുന്നത്? അല്ലെങ്കിലും അത് അവന് കൊടുത്തല്ലേ നമ്മൾ, അത് നമുക്കിനി ചോദിക്കാനുള്ള അവകാശമുണ്ടോ? അതവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അതിനിപ്പോൾ നിനക്കെന്താ? അപ്പം ഈ രേവതി എല്ലാവരുടെയും മുമ്പിൽ ഇപ്പം കുറ്റക്കാരിയായി. അങ്ങേര് നല്ലവനും, അങ്ങേര് ചെയ്യുന്നത് എല്ലാം നല്ലതിന്. എനിക്കറിയാം, അല്ലെങ്കിലും എല്ലാവരും എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. അല്ല, നമ്മുടെ അച്ഛൻ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നിൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? നിൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നിൻ്റെ അച്ഛന് എത്രമാത്രം കടം വരുത്തി വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പോഴൊക്കെ ഞാൻ നിൻ്റെ അച്ഛന് എന്തൊക്കെ പണയം വെക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അത് കള്ള് കുടിച്ചിട്ട് കടം വരുത്തി വെച്ചതല്ലല്ലോ എൻ്റെ അച്ഛൻ അന്തസ്സായിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അച്ഛൻ ഒരിറ്റ് കള്ള് കുടിക്കുമായിരുന്നോ? എന്തെങ്കിലും ദുശീലം അച്ഛൻ ഉണ്ടായിരുന്നോ? മോളെ, ദുശീലം അച്ഛനില്ലായിരുന്നു, അതൊക്കെ ശരിയാ. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടേ മോളെ ജീവിക്കാൻ? അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മടുത്തു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനാണോ എന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് കെട്ടിച്ചയച്ചത്? അയാൾ എന്നെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ നിങ്ങൾ? അയാൾ കുടിച്ചു കൂത്താടി. അന്ന് രാത്രി ഒറ്റയ്ക്കാണ് ഞാൻ വീട്ടിൽ വന്നത്. ഇതുവരെ അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? മോളെ, അതൊക്കെ വലിയ വിഷയമാക്കി മോളെ എടുക്കാതെ. അതൊക്കെ പോട്ടെ, സാരമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാനുള്ളതിന് മോളിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ശരിയല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ അറിയാം സച്ചി നല്ലവൻ തന്നെയാ. കേട്ട് ഞാൻ മടുത്തു. സച്ചി നല്ലവൻ. അപ്പം ഈ രേവതി വെറും വൃത്തികെട്ടവള്, അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്കറിയായിരുന്നു. അല്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒന്നും നിങ്ങൾ പറയാനും നിങ്ങൾ ചെയ്യാനും പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഇപ്പം ഞാനല്ല നിങ്ങൾക്ക് വലുത് ആ സച്ചി ആയിരിക്കും. സച്ചി. കാരണം എനിക്കറിയാം എന്താണെന്ന്. നിങ്ങൾക്കൊക്കെ പണം മതി, പണം. വേറെ ഒന്നും വേണ്ടല്ലോ നിങ്ങൾക്ക്. ഇനി ഈ രേവതിയെ ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവിടെ എനിക്ക് സ്ഥാനമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുക
എന്നും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ലക്ഷ്മി, മോളെ എന്താ മോളെ നീ കാണിക്കുന്നു, മോളവിടെ നിൽക്ക്, ഞാനൊന്നും പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഈ രേവതിക്കിപ്പം കയറി ചെല്ലാൻ ഒരു ഇടവില്ല. ഇപ്പം ഈ രേവതി ആരും അല്ലാതായി. എല്ലാവർക്കും വേണ്ടി ജീവിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നല്ലോ, അതെല്ലാം നിങ്ങൾ മറന്നുപോയി കാണും. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല, അത്ര തന്നെ. എന്നോട് ഇനി ആരും ഒന്നും പറയുകയും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് നേരെ വിട്ടടിച്ച് പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിയുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ഞാൻ ഇന്നലെ ഇതിൽ ഒരു ചെറിയൊരു ഇത് നടത്തിയായിരുന്നില്ല, പ്രേമോ വിശേഷത്തിൽ. നമ്മുടെ ലക്ഷ്മി ചെയ്യുന്ന അത്രയ്ക്ക് ശരിയൊന്നുമല്ലെന്ന്. അപ്പം കുറച്ച് കമൻസൊക്കെ വന്നു. ലക്ഷ്മി ചെയ്യുന്നത് ശരിയല്ലെന്ന് തീർത്ത് പറയരുത്, കാരണം രേവതിയുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്തിനും ഏതിനും നമ്മുടെ രേവതി ഇങ്ങനെ ആഞ്ഞടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ രേവതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഒരിക്കലും രേവതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ല, സച്ചിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ല. സച്ചി നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ നിങ്ങളോട് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. അതിനി വരുന്ന വിശേഷങ്ങളിലാണ് ഉള്ളത്. നമ്മുടെ സച്ചി ചെയ്ത ആ ഒരു കാര്യം വേറെ ഒന്നുമല്ല. നമ്മുടെ സച്ചി ആ ഒരു മാല പണയം വെച്ച് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിന് എന്തോ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയിരുന്നു. അപ്പം ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചി അയാളെ സഹായിച്ചതാണ്. ആ ഒരു ജീവൻ രക്ഷപ്പെട്ടത് തന്നെ ഈ ഒരു പൈസ അടച്ചത് കൊണ്ടാണ്. ഈ ഒരു പൈസ, നമ്മുടെ സച്ചി കൊടുത്ത പൈസയും കൊണ്ട് തന്നെയാണ് ഒരാളുടെ ജീവന് രക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ സച്ചി. പക്ഷെ അത് നമ്മുടെ രേവതിയോ രവീന്ദ്രനോ ഇപ്പോഴറിയുന്നില്ല. അപ്പോൾ അതാണ് സത്യത്തിൽ നമ്മുടെ സച്ചിനെ കുറ്റം പറഞ്ഞതേ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ, അതായത് ഗാർഹിക പീഡനങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നുണ്ട്. നമ്മുടെ രേവതിയുടെ ഗാർഹിക പീഡനമൊന്നും വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏതായാലും ഇത് കണ്ട് മാതൃകയാക്കരുത്. ഒരു അച്ഛനും അമ്മയും ഒരു മകളെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ അവൾക്ക് അവിടെ എന്തെങ്കിലും കുറവുണ്ടോ, അവൾക്ക് അവിടെ എന്താണ് പ്രശ്നം എന്നത് നമ്മൾ അറിയണം. അതറിയണ്ടേ? നമ്മൾ പൂർണ്ണമായിട്ടും അവരെ ഉപേക്ഷിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതല്ലല്ലോ. ഒരു പെൺകുട്ടീനെ ഒരു പുതിയ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വിടുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാ ബന്ധവും അവിടെ അറ്റുപോകുന്നില്ല. നമ്മൾ അവളുടെ സുഖവിവരങ്ങളൊക്കെ തിരക്കണം. അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ കേട്ടോ, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞല്ല. അപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതൊന്നും നമുക്ക് കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, കാരണം കഥയാണ്, കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ. പിന്നെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ സാമ്യമുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. പിന്നെ നമ്മൾ പുതിയൊരു വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് പ്രേക്ഷകരുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു വ്ളോഗ് ചാനൽ എന്തുകൊണ്ട് തുടങ്ങിക്കൂടെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചവരും ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എനിക്കിങ്ങനെ മടിച്ച് നിന്നാണ്. പിന്നെ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ ഒരു ചെറിയ വ്ളോഗ് ചാനലും കൂടെ തുടങ്ങിയേക്കാം. ഒത്തിരി അറിയത്തൊന്നുമില്ല, വ്ളോഗൊക്കെ എടുക്കാനൊന്നും അറിയില്ല. എങ്കിലും നമ്മളിങ്ങനെയൊക്കെ അല്ലേ പഠിച്ചു വരുന്ന ഓരോന്നൊക്കെ. അപ്പം ഞാൻ പതുക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആട്ടോ അതിൽ ചെയ്യുന്നത്. ഞാനും ഹസ്ബൻഡും മാത്രമല്ല, നമ്മൾ 2 മക്കളുണ്ട് എനിക്ക്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെറിയ യാത്രയൊക്കെ പോകുന്നതും, അതുപോലെ ഞങ്ങളുടെ കട്ടപ്പന ഇടുക്കിയാണ്. അപ്പോൾ ഇവിടുത്തെ കൊച്ചു സ്ഥലങ്ങളും ഞങ്ങൾ യാത്ര പോകുന്ന സ്ഥലങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചാനലുണ്ട്, അല്ലൂസ് വേൾഡ് ആണ്. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉള്ളവർ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ആവശ്യമുള്ളവരൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ആവശ്യമുള്ളവർ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ വിശേഷം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വിശേഷത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.